എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റ് രജിസ്ട്രേഷൻ, അതായത് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും എഴുത്തുകളോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിനും നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള കോളേജ് കോഴ്സ് മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ റിമൂവ് ചെയ്യുന്നതിനുമുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂലൈ 22-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച ഓപ്ഷന്റെ മുകളിൽ മറ്റ് ഹയർ ഓപ്ഷനുകൾ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടമാവുന്നതും പുതുതായിട്ട് കിട്ടിയ കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് എനിക്കിപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ തേർഡ് അലോട്ട്മെന്റോ എനിക്ക് ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ കിട്ടിയിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് BCA കോഴ്സാണ്, എനിക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനെ ഞാൻ നിലവിൽ റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്യാത്തത് കാരണം അടുത്ത 4th അലോട്ട്മെന്റിലേക്ക് എന്നെ പരിഗണിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ എനിക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജ് കോഴ്സിലേക്ക് എനിക്ക് അഡ്മിഷൻ ചേഞ്ച് ആവുന്നതും എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് ഏത് അലോട്ട്മെൻറ്റിലാണോ കിട്ടിയത് ആ ഒരു കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് 4th അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയ ഓപ്ഷൻ ഏതാണോ ആ ഒരു സീറ്റിലേക്ക് ഞാൻ മാറിയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള കോളേജ് കോഴ്സ് മതി എന്നുള്ളവർ ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തി 4th അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി ഇപ്പോൾ കിട്ടിയ കോളേജ് കോഴ്സിനോട് താല്പര്യമില്ലാത്തവർക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്താവുന്നതും അതുപോലെ നിലവിലെ ഓപ്ഷൻസ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും കോളേജിൽ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു അലോട്ട്മെന്റിൽ പുതുതായിട്ട് ഓപ്ഷൻ നൽകിക്കൊണ്ട് ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ 4th അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്തവർക്ക് ലൈറ്റ് രജിസ്ട്രേഷൻ മുഖാന്തരം പുതുതായിട്ടും ഈ 4th അലോട്ട്മെന്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 4th അലോട്ട്മെന്റ് റിസൾട്ട് നിലവിൽ ജൂലൈ 27-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ ഓപ്ഷൻ നൽകാത്ത അതായത് അപേക്ഷ പുതുക്കാൻ ആഗ്രഹിക്കുന്നവരോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്നതിനോ അതല്ല നിലവിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിന് ശേഷം അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരിക്കുകയൊക്കെ ചെയ്ത വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകിക്കൊണ്ടും ഇതുവരെ അപേക്ഷിക്കാത്തവർ പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു അപേക്ഷ പുതുക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ലൈറ്റ് രജിസ്ട്രേഷനെ കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് ആൻഡ് ലൈറ്റ് രജിസ്ട്രേഷൻ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ 3ാം അലോട്ട്മെന്റിനെ തുടർന്നുള്ള പ്രവേശനത്തിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായിട്ട് എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്കും 4-5 അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം അഫിലിയേറ്റഡ് കോളേജിലെ സർവകലാശാലയിലെ സെൻറ്ററുകളിലെ സ്വാശ്രയ കോഴ്സുകളിൽ ഒഴിവുകൾ നിലനിൽക്കുന്ന സീറ്റുകൾ നികത്തുന്നതിനായി അതത് കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് നൽകുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ നിന്നും കോളേജ് മെറിറ്റ് അടിസ്ഥാനത്തിൽ നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് പ്രവേശനം നടത്തുന്നതാണ്. പ്രവേശനത്തിൻ്റെ വിശദമായിട്ടുള്ള ഷെഡ്യൂൾ നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി എഡിറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യം ജൂലൈ 20 മുതൽ ജൂലൈ 22-ാം തീയതി വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിനും ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പേര് എന്നിവ ഒഴികെയുള്ള പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടിയവർ അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ തൃപ്തരായി ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് പ്രവേശനം നേടിയവർ എന്നിവർ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഒരു എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും. അലോട്ട്മെന്റ് ലഭിച്ച സർവകലാശാല നിർദ്ദേശങ്ങൾ പാലിക്കാതെ വിവിധ ഘട്ടങ്ങളിൽ അലോട്ട്മെന്റിൽ നിന്നും പുറത്തുപോയ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രം അലോട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. 3ാം അലോട്ട്മെന്റിന് ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ സ്ഥിരം അഡ്മിഷൻ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ അവസരം ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം ഈ ഒരു ഓപ്ഷനുകൾ അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ ആയത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുമ്പ് അലോട്ട്മെന്റ് ലഭിച്ചിരുന്ന അഡ്മിഷൻ നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതുമല്ല. ഇനി ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ നിലവിലെ അപേക്ഷ പ്രകാരം 4-5 അലോട്ട്മെന്റുകൾക്കായി റാങ്ക് ലിസ്റ്റിലേക്കും അതായത് 4-5 അലോട്ട്മെന്റുകൾക്ക് ശേഷം പിന്നീട് റാങ്ക് ലിസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ 4-5 അലോട്ട്മെന്റുകൾക്കും അതിനുശേഷമുള്ള റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുന്നതായിരിക്കും പുതുതായിട്ട് അപേക്ഷിക്കുന്നവരെ. അതുപോലെ തന്നെ
അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ നിലവിലെ അപേക്ഷ പ്രകാരം 4-5 അലോട്ട്മെൻറ്റുകൾക്കും റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുന്നതായിരിക്കും. എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി അപേക്ഷ പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പുതുക്കിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റിലേക്കും റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുക. ഇനി ലൈറ്റ് രജിസ്ട്രേഷൻ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനായി 870 രൂപ ലൈറ്റ് രജിസ്ട്രേഷൻ ഫീസോടുകൂടി ഈ ലൈറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ജൂലൈ 20 മുതൽ 22 തീയതി വൈകുന്നേരം 5 മണി വരെ ലഭ്യമാകുന്നതാണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.admission.uc.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. പ്രസ്തുത വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് അടുത്ത അലോട്ട്മെൻറ്റുകളും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക. 4-5 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ലൈറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം വീണ്ടും ലഭ്യമാകുന്നതായിരിക്കും. കേരള സ്റ്റേറ്റ് ആർട്സ് ഫെസ്റ്റിവൽ NSS NCC 75% അറ്റൻഡൻസ് ലഭിച്ച സർട്ടിഫിക്കറ്റ് SPC നന്മമുദ്ര എന്നിവയിൽ +2 തലത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ വെയിറ്റേജ് മാർക്കിന് അർഹതയുണ്ടായിരിക്കുള്ളൂ. അപേക്ഷയിലെ അപാകതകൾ നിമിത്തം നിലവിലെ അലോട്ട്മെൻറ്റ് പ്രവേശനം നഷ്ടപ്പെടുകയും തുടർന്നുള്ള പ്രവേശന നടപടിയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ അപേക്ഷയിൽ നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡീറ്റെയിൽസ് തെറ്റിക്കാൻ പാടുള്ളതല്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് admission.uc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് FIUGP എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഈ ഒരു പേജിൽ FIUGP 2026 ലൈറ്റ് രജിസ്ട്രേഷൻ ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പായിട്ട് നിങ്ങൾ സീറ്റ് വേക്കൻസി ക്ലിക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓരോ കോളേജിലെയും സീറ്റ് വേക്കൻസി അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങൾക്ക് ആദ്യം എയ്ഡഡ് കോളേജ്, പിന്നീട് യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്നിങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോളേജ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ കോഴ്സുകൾക്ക് എത്ര വീതം വേക്കൻസി ഉണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് കോളേജ് കോഴ്സുകളും വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ കോളേജിലും എത്ര വീതം സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ ജനറൽ കാറ്റഗറിയിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി വിഭാഗത്തിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ 0 വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഔട്ട് ഓപ്ഷൻ വെക്കാൻ നോക്കുക. അതുപോലെ ഒരു ഓപ്ഷൻ നൽകിയ അലോട്ട്മെൻറ്റ് കിട്ടുമെന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓപ്ഷൻ നൽകിയാൽ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ കൂടുതൽ ഓപ്ഷൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു ലൈറ്റ് രജിസ്ട്രേഷൻ ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ഓപ്ഷൻ നൽകുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ വെക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ എൻ്റർ യുവർ ക്യാപ് ID സെക്യൂരിറ്റി കീ എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ എഡിറ്റ് ഓർ അൺലോക്ക് എന്നുള്ള ലിങ്ക് ഉണ്ട്. അവിടെയുള്ള ക്ലിക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സെക്യൂരിറ്റി കീ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ പേജിലേക്ക് പോകുന്നതും എന്തൊക്കെ എഡിറ്റുകളാണ് ചെയ്യേണ്ടത്, പുതുതായിട്ട് ഏതൊക്കെ കോളേജ് കോഴ്സുകൾ ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ ഓപ്ഷൻ ലിസ്റ്റിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണോ, അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നേടുന്നവർക്ക് ഇനി ഹയർ ഓപ്ഷൻ വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണമെങ്കിൽ അൺലോക്ക് ഓർ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെക്യൂരിറ്റി കീ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് വേണ്ടാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്ത് ഫൈനലായിട്ട് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് PDF ലിങ്കിൽ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് ലിങ്ക് ഉണ്ട്. ആ ഒരു ടാബ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതും പുതുതായിട്ട് വന്നുള്ള പ്രിൻ്റ് ഔട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇനി ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടവർക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു പേജിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ടൈപ്പ് ഇവിടെ ഒരു FIUGP സ്റ്റുഡൻറ്റ് ലൈറ്റ് രജിസ്ട്രേഷൻ 2026 ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നതായിരിക്കും. ഇനി ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും വെച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പിലേക്ക് പോകാവുന്നതും അതായത് ആപ്ലിക്കേഷൻ്റെ ഫോം പേജിലേക്ക് പോകാവുന്നതും അവിടെ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നൽകിക്കൊണ്ട് വെയിറ്റേജ് ഡീറ്റെയിൽസ്, ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ്, അതുപോലെ മാർക്ക് ഡീറ്റെയിൽസ്, കോളേജ് കോഴ്സ് ഓപ്ഷൻ എന്നിങ്ങനെയുള്ള നിങ്ങൾക്ക് പലതരത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഹൗ ടു അപ്ലൈ ഓൺലൈൻ യൂസർ മാനുവൽ ക്ലിക്ക് ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ മാനുവൽ ലഭിക്കുന്നതും ആ യൂസർ മാനുവൽ വെച്ച് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.